മാന്നാർ മച്ചാൻസിലേക്ക് സ്വാഗതം. ദിലീഷ് കർണാകരന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ സിനിമയാണ് ലവ്ലി. ഇതിൽ അഭിനയിച്ചിരിക്കുന്നത് മാത്യു തോമസ് ആണ്. പിന്നെ ഒരു ഈച്ച ഒരു പ്രധാന കഥാപാത്രമായിട്ട് വരുന്നുണ്ട്. മാത്യു തോമസും ഈച്ചയും തമ്മിലുള്ള ആ ഒരു ബന്ധം പറയുന്ന ഒരു സിനിമയാണ് ഇത്. അപ്പോൾ ഇതൊരു ഫാന്റസി ഒരു ടൈപ്പിലാണ് പോകുന്നത്. ഇതിന്റെ ടീസർ വന്നപ്പോൾ ശരിക്കും ഭയങ്കര നെഗറ്റീവ് വന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു ഈച്ചയ്ക്ക് കൊടുത്തിരുന്ന ആ ഒരു വോയിസ് ശരിയായിട്ടില്ലായിരുന്നു. അപ്പം ഇതിന്റെ ട്രെയിലർ വന്നപ്പോൾ അവരെ വേറൊരാളെ വെച്ച് ഡബ് ചെയ്ത് അത് പെർഫെക്റ്റ് ആക്കിയിരുന്നു. അപ്പം അത് കണ്ടപ്പോൾ നമ്മൾ ഭയങ്കരമായിട്ടൊന്നും പ്രതീക്ഷിച്ചായിരുന്നു. മലയാള സിനിമയിൽ ഒരു ഈച്ച നമ്മൾ കണ്ട തെലുങ്ക് ചിത്രം പോലെ ഒരു വേറൊരു സൈസിൽ സാധനം വരുന്നു എന്നും പറഞ്ഞ് ഭയങ്കര പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷെ ആ ഒരു പ്രതീക്ഷയെ നമ്മളെ ഫുള്ളി സാറ്റിസ്ഫൈ ചെയ്യാൻ സാധിച്ചില്ല ഒരു സിനിമ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നമ്മൾ ഭയങ്കര പ്രതീക്ഷ കയറിയതാണ്. ഒരു മലയാളത്തിൽ നിന്ന് ഇത്രയും ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ള പടം വന്നെന്ന് പറഞ്ഞ് കയറിയപ്പം ശരിക്കും ഭയങ്കരമായിട്ടുള്ളൊരു നിരാശയാണ് ഈ സിനിമയിൽ നിന്ന് സാധിച്ചത്. കാരണം ഇതൊരു 3D ചിത്രമാണ്. പക്ഷെ 3D ചിത്രം എന്ന് പറഞ്ഞാൽ ആ ഒരു പേര് മാത്രമേ ഉള്ളൂ. നമുക്ക് 2-3 അടുത്ത് മാത്രമേ ആ ഒരു 3Dയുടെ ഒരു സംഭവം ഫീൽ ചെയ്യുന്നുള്ളൂ. അല്ലാതെ ബാക്കി അടുത്തൊന്നും നമുക്ക് ഒന്നും തോന്നുന്നില്ല. ജസ്റ്റ് നമ്മൾ ആ ഒരു കണ്ണാടി വെച്ച് അവിടെ ഇരിക്കുന്ന പോലത്തെ ഒരു ഫീലേ തോന്നുള്ളൂ. നമ്മൾ കുറച്ചുകൂടെ കഴിയുമ്പോൾ നമ്മൾ മറന്നു പോകും ഒരു 3D സിനിമയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ള ആ ഒരു രീതിക്കത്തേക്ക് ഞങ്ങൾ പോകും. പിന്നെ ഇതിൻ്റെ സ്റ്റോറി ആണെങ്കിലും നമ്മൾ കണ്ട രീതിക്ക് തന്നെ കഥകളാണെങ്കിലും ഒക്കെ നമുക്ക് ഒത്തിരി അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റാത്ത രീതിക്ക് തന്നെ പെട്ടെന്ന് തന്നെ പടം ഒന്ന് കഴിഞ്ഞാൽ മതിയായിരുന്നു എന്ന് തോന്നിപ്പോവും. ആ ഒരു രീതിക്കാണ് നമുക്കങ്ങോട്ട് ഇരിക്കാൻ പോലും പറ്റത്തില്ല. സിനിമോട്ടോഗ്രാഫി ഈ സിനിമ നല്ല നല്ല രീതിക്ക് തന്നെ ചെയ്തിട്ടുണ്ട്. ആഷിഖ് അബു ആണ് ഈ സിനിമയിലെ സിനിമോട്ടോഗ്രാഫി ചെയ്തിരിക്കുന്നത്. ഒന്ന് അടിപൊളിയായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. ആ ഒരു എനിക്ക് തോന്നിയതിൽ അത് മാത്രമാണ് ഇതിലൊരു പോസിറ്റീവായിട്ടുള്ള ഒരു സംഭവം. അതുകൂടി ഇല്ലായിരുന്നെങ്കിൽ പറയാനായിട്ട് കൂടുതലായിട്ടൊന്നും ഇല്ലെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു പേഴ്സണലായിട്ടുള്ള ഒരു അഭിപ്രായം മാത്രമാണ്. എനിക്ക് ഈ സിനിമ ശരിക്കും ഒരു നിരാശ തന്നൊരു സിനിമ തന്നെയാണ്. നമ്മുടെ ഈ ഒരു ലവ്ലി എന്ന് പറഞ്ഞ ചിത്രം കുറച്ചൊക്കെ പ്രതീക്ഷിച്ച് കയറിയതാണ്. പക്ഷേ മാത്യു തോമസിൻ്റെ ഒരു ആക്ടർ എന്ന നിലയ്ക്ക് ഒരു നല്ലൊരു അറ്റംപ്റ്റ് ആയിരുന്നു. കാരണം എപ്പോഴും ഒരേ ടൈപ്പിലുള്ള പടങ്ങൾ ചെയ്യാതെ ഒരു വ്യത്യാസമായിട്ടൊന്നും ചിന്തിക്കുന്നതൊക്കെ നല്ലതാണ്. അപ്പം ഇനിയും ഇതുപോലത്തെ കാര്യങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ സ്റ്റോറി വൈസ് ഒക്കെ ആണെങ്കിലും കുറച്ചുകൂടെ നല്ലൊരു സാധനം സെലക്ട് ചെയ്യുവാണെങ്കിൽ ഉറപ്പായിട്ട് നല്ല സക്സസ്ഫുൾ ആയിട്ട് വരാൻ സാധിക്കും. എന്തായാലും എൻ്റെ പേഴ്സണലായിട്ടുള്ള ഒരു അഭിപ്രായമാണ് ഈ സിനിമയെ കുറിച്ചുള്ള ഞാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ വീഡിയോ ഇന്ന് തിരക്കുള്ളൂ. ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.